ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇന്നലെ ഷവോമി അവരുടെ മീ സീരീസിലെ ഏറ്റവും പുതിയ ഫോണായ മീ 11 ഇന്നലെ അവർ ചൈനയിൽ ലോഞ്ച് ചെയ്യുകയുണ്ടായി. അപ്പൊ നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഫോൺ, അതായത് മീ 11ന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആയിരിക്കും ചെയ്യുന്നത്. അതിനോടൊപ്പം ഈ ഫോൺ എന്നത്തേക്ക് ഇന്ത്യയിൽ വരും, അതിനോടൊപ്പം ഇന്ത്യയിൽ വരുമ്പോൾ ഈ ഫോണിന്റെ പ്രൈസ് എത്രയായിരിക്കും, ഇതെല്ലാം നമ്മളുടെ ഈ വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്കിപ്പോൾ ആദ്യം തന്നെ ഈ ഫോൺ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് 6.81 ഇഞ്ചിന്റെ ഒരു 2K+ ആയിട്ടുള്ള ഒരു അമോലഡ് ഡിസ്പ്ലേ നമുക്ക് ഈ ഷവോമി മീ 11 ലഭിക്കുന്നത്. അപ്പോൾ 6.81 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ സൈസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ 120 ഹെർട്സിന് ഒരു കൂടിയ ഫാസ്റ്റ് റീഫ്രഷ് റേറ്റ് പാനൽ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ 480 ഹെർട്സിന് ഒരു കൂടിയ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമുക്ക് ഈ ഷവോമി മീ 11 ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ക്വാഡ് കർവ് ഫ്ലെക്സിബിൾ സ്ക്രീൻ ആണ് നമുക്ക് ഈ ഷവോമി മീ 11 ലഭിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് 1500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരെ ലഭിക്കാവുന്ന ഒരു വളരെ ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു സ്ക്രീൻ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് HDR10+ കാര്യങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ 85% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി പ്രൊട്ടക്ഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗൊറില്ല ഗ്ലാസിന്റെ തന്നെ വിക്ടസ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് വലിയ ന്യൂനതകളൊന്നും പറയാൻ സാധിക്കാത്ത വിധം വളരെ മികച്ചതായിട്ടുള്ള ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഷവോമി മീ 11 ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 888, അതായത് സ്നാപ്ഡ്രാഗൺ 888 ആണ് ഇവിടുത്തെ പ്രൊസസർ. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രൊസസർ വെച്ചുകൊണ്ട് ലോകത്തിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ട ഫോൺ എന്ന് പറയുന്നത് ഈ ഷവോമിയുടെ മീ 11 തന്നെയാണ്. ഈ സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്നത് ഒരു 5nm പ്രൊസസർ ആണ്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ 6th ജനറേഷൻ AI എഞ്ചിനും കാര്യങ്ങളൊക്കെ ഈ പ്രൊസസർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഈ പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ന്യൂനത നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ഇവിടെ LPDDR5 RAM ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ UFS 3.1 എന്ന് പറയുന്ന ഫാസ്റ്റർ ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൽ MIUI 12.5 ആണ് ലഭിക്കുന്നത്. അതെന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നമുക്ക് Android 11 ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ചതായിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4600 mAh ബാറ്ററി ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 55 വാട്ടിന്റെ ഒരു വയർഡ് ഫാസ്റ്റ് ചാർജർ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് 50 വാട്ടിന്റെ ഒരു വയർലെസ് ചാർജിങ് നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഫോണിൽ റിവേഴ്സ് ചാർജിങ്ങും പോസിബിൾ ആണ്. വളരെ മികച്ചതായിട്ടുള്ള ഒരു ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 108 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. അതിന് പുറമെ നമുക്ക് ഇവിടെ റിയർ സൈഡിൽ ഒരു 13 മെഗാപിക്സൽ അൾട്രാവൈഡ് ക്യാമറയും 5 മെഗാപിക്സലിന്റെ ടെലി മാക്രോ ലെൻസും ലഭിക്കുന്നുണ്ട്. അതായത് ഈ ടെലി മാക്രോ ലെൻസ് എന്ന് പറയുമ്പോൾ ഒരേ സമയം ടെലിഫോട്ടോ ലെൻസ് ആയിട്ട് മാക്രോ സെൻസർ ആയിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു ലെൻസ് ആണ് നമുക്ക് ഈ ടെലി മാക്രോ ലെൻസിൽ ഇവിടെ ലഭിക്കുന്നത്. ഇനി സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നത്. അപ്പോൾ വളരെ മികച്ചതായിട്ടുള്ള ഒരു നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ മീ 11 ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ Wi-Fi 6 ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ Bluetooth 5.2 വേർഷൻ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ എന്ന് പറയുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഫീച്ചർ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഫേസ് അൺലോക്കും ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ സ്റ്റീരിയോ സ്പീക്കർ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 3 വേരിയന്റ് ലഭിക്കുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റ് ആയ 7GB 128GB പ്രൈസ് എന്ന് പറയുന്നത് അറൌണ്ട് 45,000 രൂപയാണ്, അതായത് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ. ഇനി രണ്ടാമത്തെ വേരിയന്റ് ആയ 8GB 256GB പ്രൈസ് എന്ന് പറയുന്നത് അറൌണ്ട് 47,000 ആണ്. ഇനി കൂടിയ വേരിയന്റ് ആയ 12GB 256GB പ്രൈസ് എന്ന് പറയുന്നത് അറൌണ്ട് 52,000 ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഷവോമിയുടെ മീ 11 എന്ന് പറയുന്നത് വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോൺ ഇപ്പോൾ ചൈനയിൽ ഇറങ്ങിയ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 50,000 ആണ്. അപ്പോൾ ഈ പ്രൈസിൽ തന്നെ നമുക്ക് ഈ സ്നാപ്ഡ്രാഗൺ ഏറ്റവും കൂടിയ പ്രൊസസറായ സ്നാപ്ഡ്രാഗൺ 888 ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്.
നമുക്ക് ഇവിടെ ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് കുറെ കൂടിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ നമുക്കിവിടെ ക്യാമറയിലാണെങ്കിലും 108 മെഗാ പിക്സൽ ഒരു ക്യാമറ കൂടി ലഭിക്കുന്നുണ്ട്. ഇനി ബാറ്ററിയിലാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ഒക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ നമുക്ക് ഈ ഫോണിൽ വളരെ കിടിലനായിട്ടുള്ള സ്പെക്കും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഫോൺ ഇന്ത്യയിൽ ഇറങ്ങുകയാണെങ്കിൽ അത് ഷവോമിക്ക് ഇന്ത്യയിൽ നല്ലൊരു മേൽക്കൈ നേടിക്കൊടുക്കാൻ വളരെയധികം സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ ഫോൺ എന്ന് ഇന്ത്യയിൽ ഇറങ്ങും എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു ഉറപ്പുമില്ല. എന്നാൽ ഈ ഫോൺ ഇന്ത്യയിൽ ഇറങ്ങും എന്ന ഷവോമിയുടെ ചില അധികൃതർ ഇതുവരെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതായത് ഈ ഫോൺ ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ ഈ ഫോണിന്റെ പ്രൈസ് എത്രയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ